ഒരു പ്രായമുള്ള മനുഷ്യൻ, അയാളൊരു നദിയിലൂടെ ഇങ്ങനെ ബോട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാൾ മീൻ പിടിക്കുന്നുണ്ട്. ഒരുപാട് സമയത്തിന് ശേഷം അയാൾ തിരിച്ചെത്തിയ നേരത്ത് ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഫിഷിങ്, മീൻ പിടിക്കുന്ന അത്ര ഇഷ്ടമാണോ? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് മീൻ പിടിക്കുന്നതിൽ യാതൊരു താല്പര്യമില്ല. ഞാൻ ഇത്രയും നേരം അവിടെ ചെലവഴിക്കുന്നത് എനിക്ക് ആ നദിയും അതേപോലെ തന്നെ ആ തീരത്തുള്ള കാഴ്ചകളും ആ സൂര്യാസ്തമയവും അതെല്ലാം ഞാൻ അങ്ങേയറ്റം എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഫിഷിങ്, അതായത് മീൻ എനിക്ക് കിട്ടുന്നത് അതിലുള്ള കേവലം ബോണസ് മാത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റി ആ കാഴ്ചകളും അതേപോലെ തന്നെ ആ റൈഡാണ് അയാൾ എൻജോയ് ചെയ്യുന്നത്. ഈ സംഭവത്തിന് ശേഷം ഒരു പണ്ഡിതൻ സൂചിപ്പിക്കുന്നുണ്ട്, വിശ്വാസി, പ്രാർത്ഥനയോടുള്ള ഒരു വിശ്വാസിയുടെ നിലപാട് ഈ രൂപത്തിലായിരിക്കണം. അതായത് ഉത്തരം കിട്ടുന്നതിനേക്കാൾ അവന് എൻജോയ് ചെയ്യേണ്ടത് അള്ളാഹുമായിട്ടുള്ള സംഭാഷണമാണ്. ചേർത്ത് വായിക്കേണ്ട പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു പ്രസ്താവന. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നീല അഹ്മിലു ഹമ്മൽ ഇജാബ വ ഇന്നമാ അഹ്മിലു ഹമ്മദ് ദുആ. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവോ ഇല്ലേ എന്നുള്ളത് എനിക്ക് വിഷയമല്ല, അതിനെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നു പോലില്ല. അത് പകരം എനിക്ക് ആ പ്രാർത്ഥിക്കാനുള്ള അവസരം അല്ലെങ്കിൽ അതിനുള്ള കഴിവ് എനിക്ക് ലഭിക്കോ ഇല്ല എന്നുള്ളത്, അത് മാത്രമാണ് എന്റെ വിഷയം. അതിനെ സംബന്ധിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഫഇദാ ഉൽഹിംതു ദുആ ഫഇന്നൽ ഇജാബത മഅ. അതായത് എനിക്ക് അതിനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം തീർച്ചയായിട്ടും അള്ളാഹു എനിക്ക് എന്തോ നൽകും, അല്ലെങ്കിൽ നൽകാൻ അള്ളാഹുവിന് ഉദ്ദേശമുണ്ട് എന്നുള്ളത് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, അത്ര ആഴത്തിലുള്ള പ്രസ്താവനയാണ്. ആ പ്രാർത്ഥനയുടെ അകക്കാമ്പ് ഉൾക്കൊള്ളുന്ന സമയത്ത് ഈ ഒരു പ്രസ്താവനയുടെ മാധുര്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ആ പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ഉടമയുമായിട്ടുള്ള സംഭാഷണമാണ്. അതായത് നമ്മുടെ മാത്രം സൃഷ്ടാവല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംവിധാനിച്ച ഉടമയുടെ മുമ്പിൽ അടിമ കൈ ഉയർത്തുകയാണ്. ഇപ്പൊ നമ്മൾ വലില്ലാഹി മസലുൽ അല, അപ്പൊ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഈ ലോകത്ത് നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയുടെ മുമ്പിൽ ഒരു 10 മിനിറ്റ് ചെലവഴിക്കാൻ അയാൾ നമുക്ക് അവസരം നൽകുകയാണെങ്കിൽ, നേരത്തെ നിരവധി വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്, അയാളുടെ മുമ്പിൽ എത്തുന്ന സമയത്ത് അവർക്ക് എന്ത് സംസാരിക്കണം എന്നറിയില്ല. ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിന് അത്രയേറെ അവർ വാല്യൂ അല്ലെങ്കിൽ അവർ വില കൽപ്പിക്കുകയാണ്. അവർക്ക് സംഭാഷണം മുറിഞ്ഞു പോവാണ്. അപ്പൊ അത്രയും വലിയൊരു നിമിഷം അയാൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ അയാൾ ഏത് രൂപത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളതിനേക്കാൾ നമ്മൾ വില കൽപ്പിക്കുന്നത് അവസരം നമുക്ക് ലഭിച്ചതിനാണ്. ഇപ്പൊ പറയാറുണ്ട്, എൻജോയ് ദ ജേർണി ദാൻ യുവർ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കാൾ നിങ്ങൾ ആ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ആ യാത്ര നിങ്ങൾ എൻജോയ് ചെയ്യുക. അപ്പൊ ചില സമയത്ത് ആ ഡിലേ സംഭവിക്കുന്നത് പോലും ആ അടിമ ചോദിക്കുന്നത് അള്ളാഹു നൽകുന്നതോടുകൂടെ പിന്നീട് അയാൾ അള്ളാഹുവിൽ നിന്നും അകലും അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തില്ല. അപ്പൊ അത് മനസ്സിലാക്കി വലില്ലാഹി മസലുൽ അല ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു മാതാവ് അല്ലെങ്കിൽ ഒരാള് ആ കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കളിപ്പാട്ടം നമ്മൾ എടുത്തു വെക്കുകയാണ്. അത് തിരിച്ചു കിട്ടുന്നത് വരെ അവൻ നമ്മുടെ പിറകെ ഉണ്ടാകും. അപ്പൊ നമുക്ക് ആ കളിപ്പാട്ടം ആവശ്യം ഉണ്ടായിട്ടില്ല, പക്ഷെ അത് എടുക്കുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് അവന്റെ ആ സാമീപ്യം, അതാണ് നമ്മൾ ഏറെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. അപ്പൊ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാതാവിനേക്കാൾ എത്രയോ മടങ്ങ് നമ്മളെ സ്നേഹിക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിന് യാതൊരു ആവശ്യമില്ലെങ്കിലും നമ്മളോടുള്ള അതിയായിട്ടുള്ള സ്നേഹം കാരണം അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുന്നതും നമ്മൾ അവനെ വിളിക്കുന്നതും അങ്ങേയറ്റം അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ചില സമയത്ത് ആ ഡിലേയുടെ കാരണം ഇന്നി ഉഹിബ്ബു അൻ അസ്മഅ സൗതക്, നിന്റെ ശബ്ദം കേൾക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ചില സമയത്ത് നമ്മൾ ആ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുന്നതിനേക്കാൾ നമുക്ക് ആത്യന്തികമായിട്ട് ഉപകരിക്കുന്നത് ആ പ്രാർത്ഥനയാകും. അതായത് ആ ലക്ഷ്യസ്ഥാനത്തേക്കാൾ നമുക്ക് ഉപകരിക്കുന്നത് ആ യാത്രയാകും. ഉദാഹരണം പറയാറുണ്ട്, ഒരാൾ ദുനിയവിയായിട്ടുള്ളൊരു കാര്യം, ഒരു കാറോ മറ്റോ ലഭിക്കാൻ വേണ്ടി ദിനേന അയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. രാത്രിയെല്ലാം നമസ്കരിച്ച് അയാൾ ആ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മൊത്തം ദുനിയാവ് എന്നുള്ളത് ഒരു ഈച്ചയുടെ ചിറകിനോളം ആ രൂപത്തിലെല്ലാം റസൂലുള്ളാഹി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ നൽകാം. പക്ഷേ അവൻ ആ ഒരു പ്രയോറിറ്റി പഠിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവൻ അതിനേക്കാൾ നല്ലത് നൽകാൻ വേണ്ടി അവസാനം ഒരു 3 മാസം എല്ലാം കഴിഞ്ഞ് അവൻ അതിനോടുള്ള ഒരു താല്പര്യം വിടുന്ന സമയത്താകും ഒരുപക്ഷെ അള്ളാഹു അവനത് നൽകുന്നത്. അപ്പൊ അവൻ ആ കാറ് ലഭിക്കുന്നതിനേക്കാൾ അവന് ഉപകരിച്ചിട്ടുണ്ടാവുക അതിനുവേണ്ടി അവന് നടത്തിയ ശ്രമം, ആ 3 മാസത്തെ പ്രാർത്ഥനയാകും അവൻ ഏറ്റവും വലിയ ഹൈറായിട്ട് അവിടെ തിരിച്ചു ലഭിച്ചിട്ടുണ്ടാവുക. അത് നൽകാൻ വേണ്ടിയാകും ആ ഒരു ഡിലേ സംഭവിച്ചത് തന്നെ. ഇപ്പൊ നമ്മുടെ പ്രയോറിറ്റി പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ആ ചോദിക്കുന്നതിനേക്കാൾ ബെറ്റർ നൽകാൻ വേണ്ടിയാകും ഒരുപക്ഷെ ചില സമയത്ത് ആ ഡിലേ സംഭവിക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു പ്രസ്താവനയിലേക്ക് തന്നെ തിരിച്ചു വരാൻ, അള്ളാഹു എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനേക്കാൾ അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ആ ഒരു അവസരം ലഭിക്കുന്നതിലാണ് കാര്യം. സലഫ് സ്വാലികൾ പറയാറുണ്ട്, മതാ അത്ലഖല്ലാഹു ലിസാനക ത്വലബ് ഫഅലം അന്നഹു യുരീദു അൻ യുഅതീക്. നിന്റെ ആ നാവ് ചലിപ്പിക്കാൻ അല്ലെങ്കിൽ നിനക്ക് ചോദിക്കാനുള്ള അവസരം അള്ളാഹു നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നീ അറിയണം, നിനക്ക് എന്തോ ഒന്ന് നൽകാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമീപനം നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മത്തോടും നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, അതായത് ആ കർമ്മത്തിലൂടെ ഏത് രൂപത്തിൽ എന്നായിരിക്കും എനിക്ക് തിരിച്ചു ലഭിക്കുക എന്നതിനേക്കാൾ ആ കർമ്മം ചെയ്യാനുള്ള തൗഫീഖ് അവസരം അള്ളാഹു നൽകി എന്നുള്ളതിലാണ് വലിയ കാര്യം. അതാണ് വലിയ സൗഭാഗ്യം.